ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1, അവസാനിച്ചത് 1932 ഒക്ടോബർ 2-ന്. അവർണർ ഉൾപ്പെടെ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശന അനുമതി ലഭിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നിവരാണ് പ്രധാന നേതാക്കൾ. അവർണരുടെ ക്ഷേത്രപ്രവേശനം സംബന്ധിച്ച് 1931 മെയ് മാസം വടകരയിൽ വെച്ച് നടന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ പ്രമേയം അവതരിപ്പിച്ചത് കെ കേളപ്പൻ. വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ JM സെൻഗുപ്ത. കെ കേളപ്പൻ നിരാഹാര വ്രതം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21. അത് അവസാനിച്ചത് 1932 ഒക്ടോബർ 2. അത് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണി മുഴക്കിയ ബ്രാഹ്മണനല്ലാത്ത ആദ്യ വ്യക്തി പി കൃഷ്ണപിള്ളയായിരുന്നു. സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനായിരുന്നു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതാ നേതാക്കൾ M കാർത്യായനി, PM കമലാവതി, ആര്യ പള്ള.